ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഡെക്സാ സ്കാനബിൻ അല്ലെങ്കിൽ ബോൺ മിനറൽ ഡെൻസിറ്റി ഡുവൽ എനർജി എക്സ്റേ അബ്സോർപ്ഷോമെട്രി എന്ന് പറയും. നമ്മളിപ്പോൾ നമുക്കറിയാം ഓർത്തോ അല്ലെങ്കിൽ ഫിസിഷ്യൻ അല്ലെങ്കിൽ റൊമറ്റോളജിസ്റ്റിനെ കാണുമ്പം നമുക്ക് എല്ലാവർക്കും ബലം ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി BMD ചെയ്യണമെന്ന് പറയും, ബോൺ മിനറൽ ഡെൻസിറ്റി അല്ലെങ്കിൽ ഡെക്സാ സ്കാൻ ചെയ്യുന്നത്. അതിപ്പം കോമൺ നമ്മൾ ഒപ്പിയിലൊക്കെ ഉണ്ട്, മിക്കവാറും നമ്മൾ നടത്താറുണ്ട്. അത് നമ്മളതൊന്ന് അസസ് ചെയ്യുന്ന നമുക്ക് എല്ലിന് ബലക്ഷയം എത്രത്തോളം ഉണ്ട്, നമുക്ക് ഫ്രാക്ചർ റിസ്ക് ഉണ്ടോ എന്നുള്ളത്. കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നത് പ്രായമുള്ളവർ, പ്രത്യേകിച്ച് ആണുങ്ങളൊക്കെയാണ് ഒരു 70 വയസ്സിന് മുകളിൽ ചെയ്താൽ മതി. സ്ത്രീകളൊക്കെ ആണെങ്കിൽ പീരീഡ്സ് ഒക്കെ നിന്ന് ഒരു 55-60 വയസ്സൊക്കെ ആകുമ്പോൾ ചെയ്ത് നോക്കണം. അപ്പോഴൊക്കെ കുറച്ചുകൂടെ നേരത്തെ വരാം. അത് ചെയ്ത് നോക്കിയാൽ നമുക്ക് എല്ലിന് ബലക്ഷയമുണ്ട്, നമുക്ക് പൊട്ടാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ വണ്ണമൊക്കെ ഉള്ളവരാണെങ്കിൽ വീഴാനും, നമുക്ക് ബലമില്ലെങ്കിൽ നമുക്ക് ഒരു പെട്ടെന്ന് വീഴാനും അല്ലെങ്കിൽ നടയൊക്കെ ഇറങ്ങുമ്പോൾ അല്ലാതെ തന്നെ നടക്കുന്ന വഴിക്ക് തന്നെ പൊട്ടൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടാകും. അപ്പോൾ അത് നേരത്തെ അറിയാനാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു മെത്തേഡെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലോ ലെവൽ എക്സ്റേ ബീമാണ് ഉപയോഗിക്കുന്നത്. രണ്ട് ബോണിനെ കമ്പയർ ചെയ്യും, അതിൻ്റെ അബ്സോർപ്ഷൻ, ഈ ലോ ലെവൽ എക്സ്റേ ബീംസ്. അത് നമ്മൾ 2 ടൈപ്പ് സ്കോറുണ്ട്, T സ്കോറും Z സ്കോറും. T സ്കോർ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഹെൽത്തി യങ് അഡൽട്ടുമായിട്ട് നമ്മുടെ ബോണെ കമ്പയർ ചെയ്യും, 2 എക്സ്റേ ബീം. പിന്നെ Z സ്കോർ ആകുമ്പോൾ നമ്മുടെ ഒപ്പം പ്രായമുള്ളവരുമായിട്ട് നമ്മൾ ബോൺ ഡെൻസിറ്റി കമ്പയർ ചെയ്ത് സ്കോർ കിട്ടും. അതിൻ്റെ അകത്ത് 3 ടൈപ്പ് സ്കോറിങ് ആണ്. ഒന്ന് നോർമൽ, നമ്മുടെ എല്ലിന് നോർമലാണ്, ബലക്ഷയമില്ല. രണ്ടാമത്തെ വരുമ്പോഴത്തേനും നമുക്കറിയാം ഓസ്റ്റിയോപീനിയ എന്ന് പറയും, അതിന് എല്ലിന് കുറച്ച് ബലക്കുറവുണ്ട്, എന്നാലും ഒത്തിരി പോയിട്ടില്ല. പിന്നെയുള്ള ഓസ്റ്റിയോപോറോസ് എന്ന് പറയും, അതായത് സിവിയറായിട്ട് ബലക്ഷയമുണ്ട് നന്നായിട്ട്. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമുക്കറിയാം കാൽഷ്യം, വൈറ്റമിൻ D ആണ്. അതുകൂടാതെ ഹോർമോൺ റീപ്ലേസ്മെൻ്റ് ഉണ്ട്, അതുകൂടാതെ ബൈഫോസ്ഫറൈസ് പറഞ്ഞ ഗുളികയുണ്ട്, പല ലെവലുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മൾ ഏർലി ഡിറ്റക്ഷനാണ് പ്രധാനം. നമ്മളിപ്പം ഒത്തിരി ബലക്ഷയം വന്നു, അല്ലെങ്കിൽ സ്പൈനൊക്കെ നമുക്ക് നടക്കാൻ പറ്റുന്നില്ല, നല്ല പെയിനുണ്ട്, മുട്ടിന് നല്ല നീസിന് നല്ല വേദനയുണ്ട്, ഹിപ്സിനൊക്കെ ഇടുപ്പിനൊക്കെ നല്ല വേദനയുണ്ട്, പിന്നെ നമ്മൾ മരുന്ന് കഴിച്ചുകൊണ്ട് ഒരു വേദന മാറണമെന്നില്ല. അപ്പോൾ ഏർലി ഡിറ്റക്ഷന് വേണ്ടിയാണ് ഈ BMD നമ്മൾ നോക്കുക. അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ നേരത്തെ, ആണുങ്ങൾക്ക് ബലക്ഷയം വരാൻ ചാൻസ് കുറവാണ്, കാരണം അവർക്ക് ടെസ്റ്റോസ്റ്ററോണും മറ്റുള്ള ഹോർമോൺസും പുഷ് ഹോർമോൺസെല്ലാം ആക്റ്റീവായിട്ടുണ്ട്. എന്നാൽ 70 വയസ്സ് കഴിഞ്ഞാൽ റിസ്ക് ഉള്ളവരുണ്ട് ആണുങ്ങൾക്ക്, 75 കഴിയുമ്പോഴത്തേനും. പിന്നെ സ്ത്രീകളാകുമ്പോഴത്തേനും പീരീഡ്സ് കഴിയുമ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നില്ല. പീരീഡ്സ് വരെ നമുക്ക് ഹോർമോണൽ ആക്ടിവിറ്റി, ഈസ്ട്രജനൊക്കെ ഉള്ളതുകൊണ്ട്, സ്ത്രീ ഹോർമോൺസ് ഉള്ളതുകൊണ്ട് എല്ലിന് ബലക്ഷയം വരാനുള്ള ചാൻസുകൾ കുറവാണ്. അതുകൊണ്ട് നമ്മൾ നേരത്തെ ഏർലി ഡിറ്റക്ഷനാണ് പ്രധാനം. നമുക്ക് നടുവേദന വന്നു, മുട്ടുവേദന വന്നു, കാലുവേദന വന്നു, ഡോക്ടർ പറഞ്ഞ് ബലക്ഷയമാണ്, ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, കാൽഷ്യം ഗുളിക കഴിക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നീടുള്ള നമ്മളെ ലൈഫ്, അതായത് നമ്മൾ പിന്നീട് അല്ലെങ്കിൽ റിട്ടയർ ചെയ്തു 70 വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞാൽ ലൈഫ് നമ്മൾ ഭയങ്കര പെയിൻഫുള്ളായിരിക്കും. കാരണം നമുക്ക് നടക്കാൻ പറ്റിയല്ല, നമുക്ക് ഇരിക്കാൻ പറ്റില്ല, ടോയ്ലറ്റ് ക്ലോസിലൊക്കെ ഇരിക്കാൻ പാടുവരും, സ്റ്റെപ്സ് ഇറങ്ങാനും കയറാനൊക്കെ പറ്റും, നമ്മുടെ മൊബിലൈസേഷനെ ബാധിക്കും. പിന്നെ നമുക്ക് വടി ഉപയോഗിക്കേണ്ടി വരും, ചിലപ്പോൾ നമുക്ക് വാക്കർ ഉപയോഗിക്കേണ്ടി വരും, പിന്നെ അതിൽ വീൽ ചെയർ ബൗണ്ടായി നമ്മൾ മാറും. അപ്പോൾ നമുക്ക് ബലം കുറയാതെ, അപ്പോൾ എല്ലിന് ബലക്ഷയം വരാതെ നമ്മൾ തടയുക. അപ്പോൾ അതിനാണ് നമ്മൾ ഈ ഡെക്സാ സ്കാൻ അല്ലെങ്കിൽ BMD ബോൺ മിനറൽ ഡെൻസിറ്റി അല്ലെങ്കിൽ ഡുവൽ എനർജി എക്സ്റേ അബ്സോർപ്ഷോമെട്രി എന്ന് പറഞ്ഞ ടെസ്റ്റ് നോക്കുന്നു. ഇപ്പം T സ്കോറുണ്ട് അല്ലെങ്കിൽ Z സ്കോറുണ്ട്. അത് ഉപയോഗിച്ച് ഡോക്ടർ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ, ഡോക്ടറെ കാണിക്കുമ്പോൾ ഡോക്ടർ തന്നെ കാൽഷ്യം ഗുളിക തരും, അല്ലെങ്കിൽ പറയും കുറച്ച് കുറവുണ്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ വൈറ്റമിൻ D സപ്ലിമെൻറ്റ്, അല്ലെങ്കിൽ ഹോർമോൺ തെറാപ്പി, അപ്പോൾ അല്ലെങ്കിൽ അത് ബൈഫോസ്ഫറൈസ് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇയറിൽ എടുക്കുന്ന ഇഞ്ചക്ഷൻസ് ഒക്കെ ഉണ്ട്. പലപ്പോഴും നമ്മളിതെല്ലാം എടുത്തു കഴിഞ്ഞാൽ ഇത് വന്ന ബലക്ഷയം മാറണമെന്ന് നിർബന്ധമില്ല, കൂടാതെ നമുക്ക് പ്രോഗ്രസ് ചെയ്യാൻ നോക്കാനേ പറ്റുള്ളൂ. ചിലർക്ക് നമ്മൾ ചില കേസിലൊക്കെ സിവിയർ പെയിൻ വരുമ്പം ജോയിനിലേക്ക് നമുക്ക് മരുന്നുകൾ ഇടാറുണ്ട്. നമ്മൾ ചില കേസിലെ ബലക്ഷയമുള്ളവർക്ക് നമ്മൾ കൂടെ സ്റ്റിറോയിഡൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ പിന്നെയും ബലക്ഷയം വരും. അപ്പോൾ നമുക്ക് പെയിൻ സഹിക്കാൻ വന്നാൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടി, ആ ജോയിൻറ്റുകൾ എല്ലുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന ഒഴിവാക്കി പെയിൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ടോപ്പിക്, അതായത് ലോക്കലായിട്ട് സ്റ്റിറോയിഡ്, അപ്പം ജോയിനിലേക്ക് നമ്മൾ ഇൻട്രാ ആർട്ടിക്കുലർ സ്റ്റിറോയിഡൊക്കെ എടുക്കാറുണ്ട്. അത് കൂടുതൽ നമ്മൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസാണ്, തേയ്മാനത്തിലാണ്. അപ്പം ബലക്ഷയത്തിൽ നമ്മൾ പിന്നെ സ്റ്റിറോയിഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും എല്ലിൻ്റെ ബലം പോകും. പിന്നെ ചില ഈ പറഞ്ഞ പോലെ സ്റ്റിറോയിഡ്, ലോങ് ടൈം സ്റ്റിറോയിഡ് യൂസ്, ലോങ് ടൈം ചില മരുന്ന്, ക്രോണിക് ഡിസീസ്, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, അതുപോലെ ക്യാൻസർ പേഷ്യൻസ്, ഇവർക്കൊക്കെ ബലക്ഷയം കൂടുതലായിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ നമ്മൾ തീർച്ചയായിട്ടും കാൽഷ്യവും വൈറ്റമിൻ ഡിയും കഴിക്കുക, പിന്നെ സ്റ്റിറോയിഡുള്ള മരുന്നുകൾ ഒഴിവാക്കുക, ഡോസ് കുറയ്ക്കുക, അതേനെ ചെയ്യാൻ പറ്റില്ല. അപ്പം ബലക്ഷയം നമുക്കറിയാം ഫ്രാക്ചർ റിസ്ക് കൂടും. പലപ്പോഴും നമ്മൾ ഒരു ഏജ് കഴിയുമ്പോൾ നമുക്കറിയാം 75-80 വയസ്സൊക്കെ കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് പലപ്പോഴും നമ്മൾ സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഉരുണ്ട് വീണ് വരും, എവിടെയും ഒന്ന് കാലം തട്ടി അല്ലെങ്കിൽ നിസ്സാരമായിട്ടൊന്ന് വീണ് കഴിഞ്ഞാൽ അപ്പം തന്നെ കൈയുടെ ബ്രിസ്റ്റ് പൊട്ടുന്നു, അല്ലെങ്കിൽ ഇടുപ്പ് എല്ല് പൊട്ടുന്നു, നെക്ക് ഓഫ് ഫീമർ ഫ്രാക്ചർ എന്ന് പറയും. അത് കോമൺ ആണ്, കാരണം അവിടെ തീർത്തും എല്ലിന് ബലമില്ല, തുടയുടെ എല്ലിനൊക്കെ, അല്ലെങ്കിൽ കൈക്കൊക്കെ ബലമില്ല. അപ്പോൾ ഇത് ഒഴിവാക്കണേ നമ്മൾ ഡയറ്റ് ശ്രദ്ധിക്കണം. നമ്മൾ പ്രായമുള്ളവരാണെങ്കിൽ പാൽ കുടിക്കാനത് കാൽഷ്യമുണ്ട്. അതുകൂടാതെ നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുക, വെജിറ്റേറിയൻസ് ആണെങ്കിൽ പൾസസ് കഴിക്കുക,
അതുകൂടാതെ നമ്മൾ ചെറിയ എക്സസൈസ് വേണം. അത്യാവശ്യം നടക്കുക, വാക്കിംഗ്, സ്വിമ്മിങ്, അല്ലെങ്കിൽ നമ്മൾ ഐസോമെട്രിക് മസിൽ എക്സസൈസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു നല്ലൊരു ബോൺ ഹെൽത്ത് വലിയ ബലക്ഷയമില്ലാതെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പം ഡയറ്റ് വേണം, അതുകൂടെ എക്സസൈസ് വേണം, അതുകൂടെ ഈ പറഞ്ഞ പോലെ സപ്ലിമെൻ്റ് വേണം, അതുകൂടെ ഈ ടെസ്റ്റിങ്ങുകൾ ചെയ്താലേ നമുക്ക് എല്ലിൻ്റെ ബലം, അതായത് ബലം നഷ്ടപ്പെടാതെ നല്ല ആരോഗ്യത്തോടെ നമുക്ക് നടക്കാൻ സാധിക്കും. താങ്ക് യു.